അപ്പോൾ നമുക്കിന്ന് അടിപൊളി ഒരു മീൻ കറിയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് 15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് കറിവേപ്പിലയും 10 പച്ചമുളകും ചെറിയ ഉണ്ട വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് മേടിച്ചേക്കുന്ന മീൻ എന്ന് പറയുന്നത് നല്ല ഫ്രഷ് മീനുണ്ടോ, കാരണം അവർക്ക് സ്വന്തമായിട്ട് ബോട്ടും കാര്യങ്ങളുണ്ട്, നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് മീൻകറി, ഞാനിപ്പോഴും മീൻകറി വയ്ക്കുന്നത് മൺചട്ടിയിലാണ്. ആ മൺചട്ടിയിൽ വയ്ക്കുന്നതിനൊരു പ്രത്യേക സ്വാദും പിന്നെ ഏറ്റവും ഗുണങ്ങളുള്ളതും മീൻചട്ടിയിൽ വയ്ക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കും. അമ്മ ഇപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ചട്ടി ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചൂടായതിന് ശേഷം നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കുണ്ടാക്കാം. ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ കൂടുതലും വെളിച്ചെണ്ണയാണ്. ഞാൻ മാത്രമല്ല, വീട്ടിലെ അമ്മയും അധികം വെളിച്ചെണ്ണയിലാണ് എല്ലാം കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കറിവേപ്പിലയാണോ ഫസ്റ്റ് ഇടാറ് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ? എനിക്കത് കേട്ടോ വരുന്നത് എങ്ങനെയെന്നറിയില്ല. എന്തുണ്ടാക്കാനും ഫസ്റ്റ് കറിവേപ്പില ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ചെറുള്ളി അതിനകത്തേക്ക് ഇടാം. നന്നായി വഴറ്റുക, നല്ല തീ കൂട്ടി വെച്ച് തന്നെ മിക്സ് ചെയ്യണം. അതൊന്നായി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ തൊട്ടപ്പുറം കഞ്ഞി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു കാണിച്ചേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് വാടിക്കഴിയുമ്പോൾ ഇനി പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഇടാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നന്നായിട്ട് വഴണം കേട്ടോ, കാരണം കേട്ടോ പച്ചമുളക് ഞാൻ നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് 10 എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും നന്നായി വഴണ്ടി വരുമ്പോൾ വെളുത്തുള്ളി ആഡ് ചെയ്യാം കേട്ടോ. വെളുത്തുള്ളി ആഡ് ചെയ്ത് ഇതെല്ലാം കൂടി നല്ലൊരു ഏകദേശം ഒരു ചെറിയ ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ഇഞ്ചി കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഈ നിറമൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി വഴണ്ടി കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഇഞ്ചി ആഡ് ചെയ്യാം. ഞാൻ ചതച്ച ഇഞ്ചിയാണ്, കാരണം ഒന്ന് ഫ്ലേവർ പിടിക്കാൻ വേണ്ടിയിട്ട് ചതച്ച ഇഞ്ചിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനു ശേഷം നന്നായി വഴറ്റുക. ശരിക്കും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ മിക്സ് ചെയ്യണേ. അപ്പോൾ അതിനുശേഷം മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. നന്നായിട്ട് അത് ഒരു ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കാണ് കേട്ടോ, ബ്രൗൺ അല്ല ഒരു നല്ല സ്മെല്ലൊക്കെ വരാൻ തോന്നും. ആ ടൈമിൽ മാത്രമാണ് മുളക് പൊടി ചേർക്കാൻ പാടുള്ളൂ. എന്നിട്ട് എങ്കിൽ മാത്രമേ മീൻ കറിക്ക് കളർ ഉണ്ടാവുള്ളൂ. അതാണ് അങ്ങനെ. ആ ടൈമിൽ ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം മാത്രം ഞാൻ ബാക്കിയുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നത്. അധികം വേറെ മസാലകളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി മാത്രമേ ഉള്ളൂ. ഇനി ഇതാണ് നമുക്ക് ശരിക്കും മഞ്ഞൾപ്പൊടി നമ്മുടെ മീൻ കറിയുടെ കളർ തീരുമാനിക്കുന്നത് തന്നെ ഈ ഒരു വറവിലൂടെയാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇത് ഉണ്ടാക്കുന്ന കറിക്ക് നല്ല റെഡിഷ് കളറും നല്ല ഓയിലി ആയിരിക്കും. അപ്പോൾ അതെന്താണെന്ന് ഒരിക്കൽ ഞാൻ അമ്മയോട് ചോദിച്ചപ്പോഴാണ് മസാല എന്തോരം കളറ് മാറി, അതായത് കരിയാതെ ബ്രൗൺ ആക്കി എടുക്കുക. തീ കുറച്ചിട്ട്, ഫ്ലെയിം കുറച്ചിട്ട് ആണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ശരിക്കും വറുത്ത് ഏകദേശം എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു പാകം വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ എല്ലാവരും ഞാൻ സാധാരണ ചെയ്യാറ് ഇതിനകത്തേക്ക് നേരെ മീൻ കഷ്ണങ്ങളിട്ട് പുരട്ടി വെള്ളം ഒഴിക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഇന്ന് അമ്മയുടെ രീതിയിലാണ് ഞാൻ വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു. ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. കുടംപുളി ഇട്ടു. ഇനി നന്നായിട്ട് തിളയ്ക്കുന്ന വരെ ഇടണം. അപ്പോൾ ഇതുവരെ ഉപ്പിട്ടുണ്ടായതല്ല. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്യുന്നത്? സ്പൂണിലാണോ? എനിക്കെന്തോ സ്പൂണിലിട്ട് കഴിഞ്ഞാൽ അളവ് അറിയത്തില്ല. അപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അധികവും, ഉപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല മീനുകൾ നോക്കി ഞാൻ വറുക്കാൻ കുറച്ച് മാറ്റി വെച്ചു. അപ്പോൾ ഇനി നമുക്ക് അത് മുളക് പുരട്ടി വെച്ചപ്പോഴത്തേക്കും മീൻ കറിയുടെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ അതിനകത്തേക്ക് ഇട്ടാം. അപ്പോൾ അത്യാവശ്യം നല്ല തിളയ്ക്കുമ്പോൾ ഉള്ളൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ അതിനകത്തേക്ക് ഇടാം. ഏകദേശം ചട്ടി നിറഞ്ഞു, കാരണം ഞാൻ 1 കിലോ മീനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 180 ആണ്. അപ്പോൾ ഇന്നത്തെ റേറ്റ് എത്രയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുന്നേ അറിയുന്നവർ.
180 ആണെന്ന് മത്തിക്ക് റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ നെയ്യ്, ഞങ്ങളിവിടെ പരിഞ്ഞിൽ എന്നാണ് പറയാറ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണമെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ കുറച്ച് ടൈം ഒന്ന് ഇളക്കി വെള്ളത്തിൽ മുക്കിയിട്ടിട്ട് ഞാൻ ഒന്ന് ചെറുതായി ഒരു പാതി മൂടി വയ്ക്കുന്നുണ്ട്. പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞത് അവയും തിളച്ചു. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ കറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഫ്രഷ് മീറ്റ് വാങ്ങിയതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമ്പാവൂർ കുറുപ്പമ്പതി റൂട്ടിൽ പിട്ടാപ്പള്ളിക്ക് സമീപമായിട്ടാണ് ഇവരുടെ മീൻ സ്റ്റാൾ സ്ഥിതി ചെയ്യുന്നത്. ഇവർക്ക് സ്വന്തമായിട്ട് ബോട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഫ്രഷ് മീനും റേറ്റ് കുറവിലും